നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ അടുത്ത ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 9 റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം ഡെറിവേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ 3 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ ചെയ്യുന്നത്. മൂന്നാമത്തെ പാർട്ടാണിത്. കഴിഞ്ഞ 2 പാർട്ടുകളും അതുപോലെ തന്നെ മുൻ ചാപ്റ്റേഴ്സും ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ബേസ് ചെയ്ത റിവിഷൻ ക്ലാസ്സുകളുള്ള വീഡിയോ ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ കോണ്ടാക്റ്റ് ആൻഡ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഈ 2 ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 2ലും ഡെറിവേഷൻസ് ആണ് വരുന്നത്. 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഫസ്റ്റ് വിൽ കൺസിഡർ ദ ഇമേജ് ഫോർമേഷൻ ബൈ എ ലെൻസ്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദി ഇമേജ് ഫോം ബൈ എ ലെൻസ്. സോ ഹിയർ ഫിഗറിൽ നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. വി ക്യാൻ സീ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ് ഫോംഡ് ബൈ ദാറ്റ് ലെൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുന്ന ഇമേജ് എവിടെയാണ്, എന്താണ് ഇമേജിൻ്റെ പൊസിഷൻ, എന്താണ് അതിൻ്റെ സൈസ്, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ നോക്കാം. അതിനായി വിൽ കൺസിഡർ 3 റേസ്. ഈ ഫിഗറിൽ യു ഹാവ് 3 റേസ്. മുമ്പ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് മിറേഴ്സ് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ ദ ലെൻസ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, ലെൻസിന് 2 ഫോക്കസ് ഉണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസും സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസും. ഇവിടെ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. റേ 1 എന്ന് മാർക്ക് ചെയ്തത് പാരലലായിട്ട് വരുന്ന റേ ആണ്. റിഫ്രാക്ഷന് ശേഷം പാസസ് ത്രൂ ദി ഫോക്കസ്. നമ്പർ 2 റേ, സെക്കൻഡ് റേ, it passes through the optic center, goes without deviation. ലെൻസിൻ്റെ സെൻറ്ററിനാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുക. ആ ഒപ്റ്റിക് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന റേസിന് ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ദെൻ തേർഡ് റേ, ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ് ഓഫ് ദി ലെൻസ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. എഫ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്, എഫ് ഡാഷ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. അപ്പോൾ എഫിലൂടെ പാസ് ചെയ്യുന്ന റേ ഇറ്റ് ഈസ് റെൻഡേർഡ് പാരലൽ. ഓക്കെ, ഈ 3 റേസിൻ്റെ റിഫ്രാക്ഷന് ശേഷമുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പാരലലായിട്ട് വരുന്ന റേ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഒപ്റ്റിക് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന റേ ഗോസ് വിത്തൗട്ട് ഡീവിയേഷൻ. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേ വിൽ ബി മൂവിങ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഈ റിഫ്രാക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും 2 റേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. എനി 2 റേസ് യു ക്യാൻ കൺസിഡർ ആൻഡ് ഫൈൻഡ് ദ point where these 2 refracted rays meet. Avade you will get the image, and here you are getting a real image. Okay, because the rays after refraction actually meet. Rays refraction ശേഷം actual ആയിട്ട് meet ചെയ്യുന്നുണ്ടെങ്കിൽ there you get a real image, and if the rays only appear to meet, that is a virtual image. Here convex lens forms a real image. Now see the figure of a concave lens. ഈ concave ലെൻസിൻ്റെ കേസിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ റേസ് ഡു നോട്ട് മീറ്റ് ആക്ച്വലി. കാരണം റേ ഡൈവേർജ് ചെയ്യാണ് ചെയ്യുക കോൺകേവ് ലെൻസിൻ്റെ കേസിൽ. അപ്പോൾ അവിടെ ആക്ച്വലായിട്ട് മീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ യു ആർ ഗെറ്റിംഗ് എ വെർച്വൽ ഇമേജ്. ഇനി എങ്ങനെയാണ് ഒരു റിയൽ ഇമേജും വെർച്വൽ ഇമേജും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഇഫ് യു ക്യാൻ have the image on a screen, if the image is caught on a screen, it is real image. Okay, if you cannot catch the image on a screen, it is virtual image. അതുപോലെ തന്നെ you can compare the image with respect to the object. Okay, whether the image is erect or inverted, അതുപോലെ തന്നെ whether the image is magnified or diminished. ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു മുമ്പ് നമ്മൾ മിററിൻ്റെ കേസിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ സൈസ് ഓഫ് ഇമേജ് ബൈ സൈസ് ഓഫ് ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് v ബൈ u. മിററിൽ ചെയ്ത പോലെ തന്നെയാണ് സൈൻ കൺവെൻഷൻ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ കൺവെൻഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവായിട്ട് കിട്ടും.
And in the case of inverted and real image, magnification is negative. Convex lens ആയാലും concave lens ആയാലും ഇതേപോലെ തന്നെയാണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂസ് ഉണ്ടാവുക. Now we'll consider power of a lens. What is meant by power? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ power of a lens is the reciprocal of its focal length in meters. ഫോക്കൽ ലെങ്ത്ത് മീറ്റേഴ്സിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലാണ് ഒരു ലെൻസിൻ്റെ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. SI യൂണിറ്റ് ഓഫ് പവർ ഇസ് ഡയോപ്റ്റർ. മീറ്റർ ഇൻവേഴ്സ് ആണ് ഡയോപ്റ്റർ എന്നറിയപ്പെടുന്നത്. ഫോക്കൽ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ 1/f ആണ് പവർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആണ് ഡയോപ്റ്റർ എന്നറിയപ്പെടുന്നത്. പവർ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് the tangent of the angle by which it converges or diverges a beam of light falling at unit distance from the optic center. ഒരു ലെൻസിൻ്റെ പവറിൻ്റെ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ഡെഫിനിഷനാണിത്. അതായത് ആ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഉള്ള ഒരു ബീം ഓഫ് ലൈറ്റിനെ എത്രമാത്രം കൺവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ലെൻസിൻ്റെ പവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഫിഗർ ശ്രദ്ധിക്കാം. ഫിഗറിൽ ആംഗിൾ ഡെൽറ്റ ഗിവ്സ് യു ദി ആംഗിൾ ത്രൂ വിച്ച് എ റേ ഓഫ് ലൈറ്റ് ഇസ് കൺവേർജ്. ആ റേ ഓഫ് ലൈറ്റിന് ഉണ്ടായ ഡീവിയേഷൻ അതിൻ്റെ ഒരു മെഷറാണ് ആംഗിൾ ഡെൽറ്റ. ടാൻ ഡെൽറ്റ ആണ് പവർ. സോ ടാൻ ഡെൽറ്റ നമുക്ക് കിട്ടും ഈക്വൽ ടു 1/f. Now we'll consider combination of thin lenses in contact. ഓരോ ലെൻസിൻ്റെ കേസിലും ഉള്ള ലെൻസ് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. അങ്ങനെയുള്ള രണ്ട് തിൻ ലെൻസസ്. ഓക്കെ, ഇഫ് യു ഹാവ് 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, വാട്ട് ഇസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. So we have 2 lenses, L1 and L2. These are 2 thin lenses. Okay, ഞാൻ വരച്ചതിൽ കുറച്ച് തിക്കായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. തിൻ ലെൻസസ് ആണ് രണ്ടും. O is the object and L1 forms the image of the object at I1 and I1 acts as the object for L2. Okay, and L2 forms the final image at I. ഡയഗ്രാം ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. O ആണ് ഒബ്ജക്റ്റ്, L1 ഫോം ചെയ്യുന്ന ഇമേജാണ് I1. ഈ ഇമേജാണ് L2നെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക ആൻഡ് ഫൈനൽ ഇമേജ് അറ്റ് I. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ L1 അതുപോലെ തന്നെ L2 രണ്ട് ലെൻസിലൂടെയും കടന്നതിന് ശേഷം റേ എത്തിച്ചേരുന്ന പോയിന്റാണ് I. അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന റേ ഓൾസോ മീറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ അറ്റ് I യു ഹാവ് ദി ഫൈനൽ ഇമേജ്. അപ്പോൾ O അതുപോലെ കോമ്പിനേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് u ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. I1 ഇസ് ദ ഇന്റർമീഡിയറ്റ് ഇമേജ്, ഡിസ്റ്റൻസ് v1. I is the final image, distance is v. Now we are going to apply thin lens formula. Thin lens formula നമുക്കറിയാം 1/v minus 1/u equal to 1/f. ഇവിടെ L1 എന്ന ലെൻസിന് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ആണ്. അപ്പോൾ 1/v, v ഇവിടെ L1നെ സംബന്ധിച്ചിടത്തോളം ഇമേജ് I1 ആണ്. So image distance v1. Okay, so 1/v1 minus 1/u equal to 1/f1. f1 is the focal length of L1. Okay, L1 എന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് f1. So L1 has focal length f1, L2 has focal length f2. Now similarly you can apply the formula to the second lens L2. L2ൽ തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. L2നെ സംബന്ധിച്ചിടത്തോളം ഇമേജ് ഡിസ്റ്റൻസ് v, ഒബ്ജക്ട് ഡിസ്റ്റൻസ് v1, ഫോക്കൽ ലെങ്ത് f2. സോ ഇക്വേഷൻ ഇസ് 1/v minus 1/v1 equal to 1/f2. ഓക്കെ, സോ തിൻ ലെൻസ് ഫോർമുല രണ്ട് ലെൻസിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി first one is equation number 1, second is equation number 2. Just add the two equations. Equation 1 plus equation 2 gives you, add ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ 1/v1, ഇവിടെ minus 1/v1. So left hand side add ചെയ്യുമ്പോൾ 1/v1 cancel out and you will get 1/v minus 1/u equal to 1/f1 plus 1/f2. Okay, and you can write this equation as 1/v minus 1/u equal to
1 by f, where 1 by f is 1 by f1 plus 1 by f2. See, this equation, this one can be compared with the thin lens formula, right? Thin lens formula is we compare. V is the image distance, U is the object distance. 1 by f1 plus 1 by f2 can be taken as 1 by f. Now, when you consider the combination of these two lenses in contact, we consider the two lenses in contact. This contact combination consider the object distance is U, image distance is V. 1 by f will be the focal length. And what is 1 by f? It is 1 by f1 plus 1 by f2. Now, the combination, focal length of the combination can be taken as 1 by f equal to 1 by f1 plus 1 by f2. So, if you have two thin lenses in contact, if they have focal length f1 and f2 respectively, focal length of the combination is given by 1 by f equal to 1 by f1 plus 1 by f2. ഇതിൽ തന്നെ നമുക്ക് പവറും കണ്ടുപിടിക്കാൻ കഴിയും. കോമ്പിനേഷന് പവർ എന്തായിരിക്കും? 1 by f ആണ് പവർ അല്ലേ? സോ ദിസ് ഇസ് p. വാട്ട് ഇസ് 1 by f1? പവർ ഓഫ് ഫസ്റ്റ് ലെൻസ് p1. 1 by f2 power of the second lens p2. So power of the combination is given by p equal to p1 plus p2. Combination power എന്ന് പറയുന്നത് sum of the powers. Okay, power of the combination p equal to p1 plus p2. Now we'll find out magnification of the combination. What is the magnification? നമുക്കറിയാം ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ v by u ആണ് അല്ലേ? ലെൻസിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുലയാണത് v by u. ഈ ഫോർമുല നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. അതായത് v by u എന്നുള്ള ഫോർമുല നമുക്കിങ്ങനെ എഴുതാം. v by v1 into v1 by u. എന്താണ് ചെയ്തത്? We have multiplied and divided by v1. v1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, v1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മാറ്റമൊന്നുമില്ല. Now, what is v by v1? v image distance of L2. v1 object distance of L2. So, v by v1 is m2. Okay. Similarly, v1 image distance of L1, u image distance of, object distance of L1. So, v1 by u is m1. Okay. Side la ninge venengi note cheyam, where m1 equal to, what is m1? v1 by u. m1 equal to v1 by u and m2 equal to v by v1. Okay. m1 equal to v1 by u, m2 equal to v by v1. So, magnification of the combination m1 into m2 or product of magnifications. By combination കേസിൽ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. Focal length of the combination is given by 1 by f equal to 1 by f1 plus 1 by f2. Power of the combination is given by p equal to p1 plus p2. Magnification of the combination is m equal to m1 into m2. ഇനി രണ്ട് ലെൻസസിന് പകരം നമുക്ക് 3 or 4 ഉണ്ടെങ്കിലും ഇതേ കാര്യം തന്നെ, ഇതേ രീതിയിൽ തന്നെയാണ് ഫോർമുല പോവുക. അപ്പോൾ p equal to p1 plus p2 plus p3 plus etc. Okay. Magnification m equal to m1 into m2 into m3 into etc. ഈ രീതിയിലാണ് പോവുക. So this formula can be applied to any number of lenses if they are in contact. Okay. Next we will consider refraction through a prism. Here we are considering an equilateral prism. ABC is an equilateral prism. Equilateral prism means all three angles are equal. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റേ നോക്കൂ. PQ is the incident ray and this ray gets refracted along QR. Then again it gets refracted along RS. So two refractions take place. ഏതൊക്കെയാണ് രണ്ട് refractions ഇവിടെ നടക്കുന്നത്? When the ray enters the prism, എയറിൽ നിന്ന് പ്രിസത്തിലേക്ക്, prism is made of glass, എൻറ്റർ ചെയ്യുമ്പോൾ ഒരു റിഫ്രാക്ഷൻ നടക്കും.
ദെൻ പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് എയറിലേക്ക് പാസ് ചെയ്യുമ്പോൾ അടുത്ത റിഫ്രാക്ഷൻ. അങ്ങനെ 2 റിഫ്രാക്ഷൻസ് ആണ് നടക്കുന്നത്. ആൻഡ് I is the angle of incidence. Okay, then this is normal. N is the normal. R1 is angle of refraction at this phase. R2 angle of refraction at this phase. Then E angle of emergence. E എന്ന് കൊടുക്കുന്നതിന് പകരം I1 I2 ഈ രീതിയിലും കൊടുക്കാവുന്നതാണ്, പ്രശ്നമില്ല. Now this is the actual path of the incident ray. Okay, പക്ഷേ റിഫ്രാക്ഷൻ കാരണം ഈ റേ ഇറ്റ് ഗോസ് അലോങ് RS. ഈ പീക്ക് എന്നുള്ള റേ റിഫ്രാക്ഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നേരെ പോയിരുന്നു. പക്ഷെ ഇവിടെ 2 റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം റേ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇഫ് യു എക്സ്റ്റെൻഡ് ദിസ് എമർജിംഗ് റേ ബാക്ക്വേർഡ് ആൻഡ് ദി ഇൻസിഡന്റ് റേ, ഇഫ് ബോത്ത് ആർ എക്സ്റ്റെൻഡഡ്, യു വിൽ ഗെറ്റ് an angle here. This is known as angle of deviation. Okay, delta is known as angle of deviation. What is angle of deviation? It is the angle between actual path of the incident ray and the emerging ray. Incident ray യുടെ actual pathും emerging ray തമ്മിലുള്ള ആംഗിൾ ആണ് angle of deviation എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് കടക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. സോ വിൽ കൺസിഡർ quadrilateral AQNR. Consider AQNR. Quadrilateral കേസിൽ നമുക്കറിയാം sum of opposite angles equal to 180 degree. എന്ന് പറഞ്ഞാൽ ആംഗിൾ A plus ആംഗിൾ QNR equal to 180 degree. So angle A plus angle QNR equal to 180. Okay. Now consider triangle QNR. QNR ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ QNR. ട്രയാങ്കിളിന്റെ കേസിൽ നമുക്കറിയാം സം ഓഫ് ഓൾ ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് QNR ഈ 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ QNR ഈക്വൽ ടു 180 ഡിഗ്രി. Now comparing these two equations, you can see right hand side equal, left hand side la QNR രണ്ട് ഇക്വേഷനിലും ഉണ്ട്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കണം. രണ്ട് ഇക്വേഷനിലും QNR ഉണ്ട്. സോ യു ക്യാൻ ഇക്വേറ്റ് A equal to R1 plus R2. Okay, you get R1 plus R2 equal to A. Now consider the angle of deviation delta. നമ്മൾ പറഞ്ഞു angle of deviation is angle between actual path of the incident ray and the emerging ray, delta. ഈ ഡെൽറ്റ എന്നുള്ളത് it is the exterior angle. നോക്കൂ, QMR എന്നുള്ള ട്രയാങ്കിൾ. Okay, in triangle QMR, delta is exterior angle. Okay, exterior angle can be taken as sum of interior angles. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഏതാണ്? QMR എന്നുള്ള ട്രയാങ്കിളിലെ ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാന്ന് നോക്കൂ. വൺ ഇസ് ദിസ്, ഓക്കെ, ആൻഡ് ദ അതർ ഇസ് ദിസ്. ഈ രണ്ട് ആംഗിൾസ് ആണ് ഇന്റീരിയർ ആംഗിൾസ്. അതിന്റെ സമ്മായിരിക്കും delta. Delta exterior angle ആണ്. So delta equal to, what is this angle? This angle is I. So this total angle I. ഇത് R1 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? I1 minus I minus R1. Okay. Similarly, this angle is E, angle of emergence. അപ്പോൾ ഈ total angle E ആയിരിക്കും. ഈ പാർട്ട് R2 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? E minus R2. So equation is delta equal to I minus R1 plus E minus R2. That is equal to I plus E minus R1 plus R2. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. I plus E minus R1 plus R2. ചിലപ്പോൾ നമുക്ക് I1 plus I2 എന്നാണ് തന്നിട്ടുള്ള ചിത്രത്തിൽ തന്നിട്ടുള്ളതെങ്കിൽ ആ രീതിയിലും എഴുതാവുന്നതാണ്. I1 plus I2 minus R1 plus R2 എന്ന് എഴുതാം. Now R1 plus R2 is A. നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. So this equation becomes delta equal to
I plus E minus A. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ഇതുവരെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നമ്മുടെ എയിം കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിന്റെ ഡെറിവേഷനായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു I plus E minus A. What is I? Angle of incidence. E, angle of emergence. A, angle of the prism. And delta, angle of deviation. ഇനി നമ്മൾ suppose when we are doing the prism experiment, as you increase the angle of incidence, you can see that angle of deviation decreases. Okay? Angle of incidence increase ചെയ്യുന്നതിനനുസരിച്ച് angle of deviation decrease ചെയ്യുന്നതായിട്ട് കാണാം. അതായത് if you draw a graph between angle of incidence and angle of deviation, അതായത് I along x-axis and delta along y-axis. See, as I increases, angle of deviation decreases. It becomes minimum, then increases. നമ്മളിപ്പോൾ എക്സ്പെരിമെന്റലി ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫാണിത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുന്നതായിട്ട് കാണാം. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഡീവിയേഷൻ മിനിമം ആവുന്നു. ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ DM. ഓക്കെ, ദെൻ അഗൈൻ ഇഫ് യു ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഡീവിയേഷൻ ഇൻക്രീസസ്. ദിസ് DM, value of DM is known as angle of minimum deviation. ഇതിന് പറയാം ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നാണ്. So at delta equal to DM, that the deviation minimum ആവുമ്പോൾ, you can see that in the figure, see QR എന്നുള്ള ray, it will be parallel to the base of the prism. Okay, when angle of deviation is minimum, this ray QR is parallel to base of the prism. Then I equal to E, angle of incidence equal to angle of emergence. We'll find out refractive index of the prism, that is N21 equal to N2 by N1 equal to sin I by sin R. നമ്മൾ പഠിച്ചാണ് Snell's law. So sin I നമുക്ക് കിട്ടി A plus DM by 2 R A by 2. So you can substitute sin A plus DM by 2 all divided by sin I by 2. So refractive index of the material of the prism. ഈ prismത്തിന്റെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണത്. നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ വാട്ട് വി ഡു ഇസ് വിൽ ഫൈൻഡ് ഔട്ട് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ദെൻ you draw the ID curve with I along x-axis and deviation along y-axis. And the value of deviation becomes minimum, that is DM, at a particular value of angle of incidence. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഡീവിയേഷൻ മിനിമം ആവുന്ന സിറ്റുവേഷൻ. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, R1 ഈക്വൽ ടു R2. രണ്ടിന് പകരം നമ്മൾ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഐക്കുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി A പ്ലസ് DM by 2. ആറിനുള്ള ഇക്വേഷൻ R1 പ്ലസ് R2 ഈക്വൽ ടു A ആയതുകൊണ്ട് R equal to A by 2 എന്ന് കിട്ടി. Then N21 equal to sin A plus DM by 2 by sin A by 2. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി ഫോർ സ്മോൾ ആംഗിൾ പ്രിസം, ചെറിയ ആംഗിൾ ഉള്ള പ്രിസത്തിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ എടുത്തത് ഇക്വലാറ്ററൽ പ്രിസമാണ്. ഇക്വലാറ്ററൽ പ്രിസത്തിന് ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി ഫോർ സ്മോൾ ആംഗിൾ പ്രിസം നമുക്കറിയാം സൈൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ. അപ്പോൾ N21 ഈക്വൽ ടു A പ്ലസ് DM by 2 by A by 2. ഓക്കെ, സൈൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ, അതാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓർ N21 ഈക്വൽ ടു A പ്ലസ് DM by A. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. A പ്ലസ് DM ഈക്വൽ ടു N21 into A, ഓർ DM ഈക്വൽ ടു N21A minus A, or DM equal to N21 minus 1 into A. This is the relation for a small angle prism. The relation connecting angle of minimum deviation and angle of the prism for a small angle prism. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഡെറിവേഷനാണിത്. പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ ചോദിക്കാവുന്ന 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, at minimum deviation position, the ray QR is parallel to the base of the prism. Okay, minimum deviation position QR, അതായത് refracted ray within the prism, it is parallel to base of the prism. Second point, at minimum deviation position, angle of incidence is equal to angle of emergence. Angle of incidence ഉം angle of emergence ഉം ഈക്വൽ ആയിരിക്കും. ഇതോടെ റേ ഒപ്റ്റിക്സ് ചാപ്റ്ററിൻ്റെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും കമൻറ്റ് ചെയ്യുക. താങ്ക്